ഒരു ദിവസം രാവിലെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഞാൻ മുറ്റത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിനകത്തൊരു മണി പ്ലാന്റും വളർത്തുന്നുണ്ട്. നോക്കിയപ്പോൾ ഒരു കുരുവി അതിനകത്തിരുന്ന് വെള്ളം കുടിക്കുന്നു, അതിനകത്ത് തന്നെ കളിക്കുന്നു, കുളിക്കുന്നു, ആകെ ബഹളം. ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പം അത് ചെന്ന് വിളിച്ചതാണോ എന്തോ, കുറേ കുരുവികൾ അതിന് ചുറ്റും വന്നിരുന്ന് വെള്ളം കുടിക്കുന്നു, അതിനകത്ത് തന്നെ കളിക്കുന്നു, കുളിക്കുന്നു, ആകെ ബഹളം. എന്നെ ചിന്തിപ്പിച്ചത് അതല്ല, അങ്ങോട്ട് മാറി ഒരു ചുമന്ന ബക്കറ്റ് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇതുങ്ങൾ നോക്കുന്നത് പോലുമില്ല. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഒരു ഭക്തൻ ഇങ്ങനെ പ്രസംഗിച്ചു, നമ്മൾ എത്ര സമ്പന്നരായി തീർന്നാലും ശരി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദാരിദ്ര്യം സൂക്ഷിക്കണം. യേശുവും ചെയ്തത് അതുതന്നെയാണല്ലോ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മളെ ആത്മാവിൽ സമ്പന്നരാക്കുവാൻ യേശു അനുഭവിച്ച ആ ദാരിദ്ര്യം ആണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നത്. ഈ കുരുവികളെ അതാര് പഠിപ്പിച്ചു എന്നുള്ളത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ആ ഉള്ള അല്പത്തിൽ അവരെല്ലാവരും സംതൃപ്തരാണ്. നോക്കിക്ക്, എല്ലാവരും കൂടെ എന്തൊരു കളിയാണ്, അതിനകത്ത് തന്നെ കുളിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്നെ എനിക്കൊത്തിരി രസം തോന്നി. നല്ല വറവുള്ള സമയമാണ്. എല്ലായിടത്തും വെള്ളം വറ്റി തുടങ്ങി, ഭയങ്കര ചൂടാണ്. ഇതുങ്ങളോട് ആര് പറഞ്ഞു, ദേ ഇന്നടത്ത് മുറ്റത്ത് കുറച്ച് വെള്ളമുണ്ട്, അവിടെ പോയി നിങ്ങൾ കളിച്ചോ, കുളിച്ചോ, കുടിച്ചോ എന്നൊക്കെ ആര് പറഞ്ഞു? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ അല്ല, നമ്മൾ ഏറിയ കുരുകിലിനേക്കാളും വിശേഷപ്പെട്ടവരാണ്. തലയിലെ ഒരു രോമം പോലും നിലത്ത് പോകുമ്പോൾ അത് നമ്മുടെ യേശുപ്പച്ചൻ അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ വേദനകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ കണ്ണുനീര്, എന്തിന് നിങ്ങളുടെ ദീർഘശ്വാസം, നെടുവീർപ്പ് പോലും നമ്മുടെ യേശു അറിയുന്നുണ്ടെന്നേ. ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷപ്പെട്ടവരാണ്. നിങ്ങളുടെ ഭാവിയോർത്ത് കരയുന്നുവെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ കരയുന്നുവെങ്കിൽ, നാളെ എന്താകും, എന്ത് സംഭവിക്കും, നിങ്ങളുടെ രോഗത്തിന് ഒരു സൗഖ്യമുണ്ടോ, ഇങ്ങനെ പലതും ചൊല്ലി നിങ്ങൾ ആകുലപ്പെടുന്നവരാണെങ്കിൽ ഈ കുരുവികളെ നോക്കി ഒരു പാഠം പഠിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെ, ഏറിയ കുരുങ്ങിയേക്കാളും നമ്മളുടെ ജീവൻ വിശേഷപ്പെട്ടതാണ്, നമ്മുടെ ജീവിതം വിശേഷപ്പെട്ടവരാണ്. അതെ, ദൈവത്തിൻ്റെ ശ്വാസമൂതി അവൻ്റെ ജീവൻ നിറച്ച് നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ അധികം നിങ്ങളെക്കുറിച്ച് ദൈവം വിചാരപ്പെടുന്നു എന്നുള്ളത് നമുക്ക് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിക്കൂടാ? ഈ കുരുവികളെക്കുറിച്ച് ഈ ഭൂമിയിൽ ആരും തന്നെ ഭാരപ്പെടുന്നില്ല, ചിന്തിക്കുന്നത് പോലുമില്ല. അങ്ങനെയെങ്കിൽ ആ കുരുവികൾക്ക് വേണ്ടതെല്ലാം ദൈവം വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ, തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യർക്ക് വേണ്ടി ദൈവം എത്ര അധികം ചിന്തിക്കുന്നവനാണ്, കരുതുന്നവനാണ്. അത് നിങ്ങൾ ഭാരപ്പെടുന്നതിനേക്കാൾ അധികം നിങ്ങളുടെ ജീവിതത്തെ നോക്കി എൻ്റെ യേശു ഭാരപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുവാൻ, നിങ്ങൾക്ക് നല്ലത് തരുവാൻ, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയിൽ കൊണ്ടെത്തിക്കുവാൻ, വചനം പറയുന്ന പോലെ പ്രത്യാശിക്കുന്ന ശുഭഭാവി തരുവാൻ നമ്മുടെ യേശു നമുക്ക് വേണ്ടി കരുതുന്നു. ആകിയാൽ വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക, നിങ്ങളെ പുലർത്തുവാൻ യേശു ശക്തനാന്നുള്ള വചനം സത്യം തന്നെയാണ്.